സൂര്യകുമാരുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കായംകുളത്തെ കരിയിലക്കുളങ്ങര ലോ കോളേജിലാണ്. ജി ക്ലാർ ലോ കോളേജ്. ഇവിടെ കുട്ടികൾ റെഡിയായിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാ. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് ലാലേട്ടൻ തകർത്തഭിനയിച്ച രാവണപ്രഭു എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. അവരതെങ്ങനെ പെർഫോം ചെയ്ത് നമുക്ക് നോക്കാം. യെസ്, ജി ക്ലാർ കരിയിലക്കുളങ്ങര കായംകുളം കോളേജിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഫുൾ എനർജിയിൽ നിൽക്കുന്ന കുട്ടികളാണ്. അപ്പം ഈ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്ന ഒരു പ്രോഗ്രാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ എനർജി എന്ന് നോക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരാളെ ഇങ്ങോട്ട് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഒരു പ്ലീസ്. എന്താണ് പേര്? ജീതൾ. അങ്ങോട്ട് നോക്കൂ. ജീതൾ റഹീം. ജീതൾ. എവിടെയാ? നാടെവിടെയാണ്? കരുനാഗപ്പള്ളിയാണ്. ഏതിനവിടെ പഠിക്കുന്നത്? ഞാനിപ്പോൾ LLB 4th സെമസ്റ്റർ. എന്തൊക്കെയുണ്ട്? ഒരു പാട്ടൊക്കെ പാടിക്കൂടെ? പാട്ട് പാടാൻ അറിയില്ല. പിന്നെന്താണ്? ടങ് ട്വിസ്റ്റേഴ്സ് പാടണം. ഒന്നും പറയാമോ? അപ്പോൾ ഒരു ടങ് ട്വിസ്റ്ററോട് കൂടി അങ്ങോട്ട് തുടങ്ങുകയാണ്. അദ്ദേഹം അത് വേണമെന്ന് ആഗ്രഹിച്ചാണ്. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. ഒന്നും കൂടി പറയാം. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. 3 പ്രാവശ്യം പെട്ടെന്ന് പറയും. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കുണ്ടി. കിണ്ടിന്നാണല്ലേ പറഞ്ഞത്? ഞാൻ കിണ്ടിന്ന സോറി തെറ്റിദ്ധരിച്ചു. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടിയുരുണ്ട് കുണ്ടിൽ വീണു. ഇത് വലിയ പുള്ളിയാട്ടോ. നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല. അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോലെ മൈക്കാൻ പിടിക്കണം. എന്താ? റെഡി? റെഡി? 1 2 3 സ്റ്റാർട്ട്. കോടതിയിൽ കാർത്തികേയൻ പോവില്ല. കോടതി ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും മകനും ഒരേ കയറിൽ. മോനെ സവാരി ഗിരിഗിരി. പൊന്നപ്പച്ചേട്ടൻ, ഒരു സംശയം. ഈ കുട്ടി ടെൻഷൻ ഒരു ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. ടെൻഷൻ ഇല്ലാത്ത തോർത്തുമുണ്ട് വിരിച്ച് തോട്ടിലെ പരൽമാനോ? ഇവിടെ ഒരു ജിന്നിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇവിടെ ആരും ജിന്നൊന്നും അടിക്കൂല. അടിക്കുന്ന ജിന്നല്ല, പെൺ ശൈത്താന്റെ മണം. തോർത്തുമുണ്ട് വിരിച്ച് തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും പരൽമീനുകളെ പിടിച്ചിട്ടുണ്ടാവും. എന്താണ് പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഇരുട് തോർത്തുകൊണ്ട് ശ്രാവനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ട. യെസ് മിസ്റ്റർ SP. തോളിലെ നക്ഷത്രങ്ങളും ദൈവം നിന്നോട് ചോദിക്കും. പിന്നെ ഇതാ ഒന്ന് പോയ അവിടെ. ഇത് കാർത്തികേയനാണ്. യെസ് മിസ്റ്റർ. അപ്പോൾ ഞാൻ വിളിക്കും. എക്സ്ക്യൂസ് മീ. ഇത് കാർത്തികേയനാണ്. തോളിലെ നക്ഷത്രങ്ങളും IPS എന്ന 3 അക്ഷരവും നെല്ലളന്നോ പാഠം എന്തിനോടത്ത് തീരെ എഴുതി കൊടുത്തോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകാൻ പോകുന്ന ആളോട്. ഇല്ലെങ്കിൽ കല്യാണം 1 വർഷം കൂടെ നീളും. എന്താ കാരണം? എന്താ ഇവിടെയാണ് ചോദിക്കുന്നത്? ഹലോ, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്തുകൊണ്ട് അങ്ങനെ നീളാനുള്ള കാരണം? ആണ്ടുബലിക്ക് മംഗളം നടത്താൻ പാടില്ലെന്നൊരു നാട്ടുനടപ്പുണ്ട്. മിസ്റ്റർ SP, എന്റെ പ്രശ്നം ജെനുവിൻ ആണ്. എന്താണ് പ്രശ്നം? ബാങ്ക് കൈവശപ്പെടുത്തിയ എന്റെ തറവാട് ലേലത്തിൽ വെക്കണം. കൈയ്യടി കൊടുക്കാം. റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. പോയിട്ട് അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ദീപ്തി. അപ്പൊ ലാലേട്ടന്റെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടേ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിഷാദ് ഹെൽപ്പ് ചെയ്യും. നിഷാദ് എങ്ങോട്ട് വാ, ഒന്ന് ഹെൽപ്പ് ചെയ്തോ. നെഞ്ചിനകത്ത് ലാലേട്ടൻ ബൈക്കെടുത്ത് മീശ വിരിച്ച് ഇതിപ്പോ യഥാർത്ഥം നീയാണെന്ന് തോന്നല്ലോ ലാലേട്ടന്റെ ഫാൻ. എന്താ പോരെ? എന്നാ കാണാ. എന്നാലും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. എവിടെ? നാടെവിടെയാണ്? ഇവിടെ അടുത്തല്ല. പേര്? ദീപ്തി. ദീപ്തി. ഏതിനാ പഠിക്കുന്നത്? ഇപ്പോൾ 10th സെം ഫൈനൽ LLB. യെസ്. നമ്മള്
തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു ജീവിയുണ്ട്, ഏതെന്നറിയോ? തല കറക്കി നോക്കാൻ പറ്റുമോ? ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത്? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ആർക്കെങ്കിലും പറയാം? ഏതാണ്? ജിറാഫാണ്. നല്ലൊരു കൈ കൊടുക്കുക. വളരെ തെറ്റായ ഉത്തരവാണ്. ആണോ? ആണോ അല്ലയോ? കറക്റ്റ്. യഥാർത്ഥത്തിൽ നല്ലൊരു കൈ കൊടുക്കും. കറക്റ്റ് ഉത്തരം. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഇനിയാണ് നമ്മൾ ദീപ്തിയുടെ യഥാർത്ഥ കഴിവ് കാണാൻ പോകുന്ന. ലാലേട്ടൻ ഇത്രയും വലിയ എന്താണ് ഫാനായ ഒരാള് ഹൈപ്പ് കൊടുക്കണ്ട. അല്ല, ലാലേട്ടൻ ഫാനാണ്. മതിയല്ല, അത് തന്നെ ധാരാളമാണ്. അത് തന്നെ ഹൈപ്പാണ്. ഡയലോഗ് പ്രോപ്പർലി ട്രൈ ചെയ്യാം. റെഡി? അല്ല ചേട്ടാ, ആദ്യം തന്നെ ആക്ഷൻ കാണിച്ചങ്ങ് പറയാം, അതർവൈസ് ഞാൻ എല്ലാം മറന്നു. അപ്പൊ എന്താ വേണം? ആക്ഷൻ കാണിച്ചാൽ പറഞ്ഞു പോവാം. ശരി, എന്നാ തുടങ്ങാം. റെഡി, ആക്ഷൻ. കൈയ്യടി കൊടുക്കട ഒന്ന്. കാർത്തികേയൻ കോടതിയിൽ പോയില്ല. കാർത്തികേയന്റെ കോടതി ഇവിടെ ഡിഗ്രി വന്നില്ല. ഓ, ഒത്തിരി പറ്റത്തില്ല ചേട്ടാ. ഈ 30 ഡിഗ്രി ആയിട്ടുള്ളത് ആണോ? ബേസിക്കലി ഒത്തിരി പറ്റത്തില്ല. മൈക്ക് ഞാൻ മൈക്ക് പിടിക്കാം, അതാ പറഞ്ഞ. വേണ്ട, കഷ്ടപ്പെടണ്ട. എനിക്ക് കഷ്ടപ്പെടാന്നില്ല, എന്റെ ജോലി ഇതാണ്. ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. കാർത്തികൻ കോടതിയിൽ പോകില്ല. കോടതി ഇവിടെ 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 ഞാൻ ഉണ്ടാക്കും. ശ്രീകുട്ട, രാത്രി നിനക്ക് പുട്ടുവേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലോ? നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നത്? അല്ലടാ, ഇതിന്റെ ചില്ലിടാൻ മറന്നുപോയി. ഓ കഴുതേ, ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി ഒന്ന് വേഗം ഉണ്ടാക്കും. വിധി ഞാൻ നടപ്പാക്കും. അമ്മാവനും അനന്തരവനും 90 ഡിഗ്രി പോയി. അറപ്പിക്കല്ലോ, പറഞ്ഞു വരട്ടെ. അമ്മാവനും അനന്തരവനും ഇത് ഏത്? അമ്മാവനും അനന്തരവനും ഒരേ കാര്യം തൂങ്ങേണ്ടി വരും. മോനെ സവാരി. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അമ്മാവനും മോനെ തോർത്ത് മുണ്ട് കണ്ട് തോട്ടിൽ പോയി. കുമാരനല്ലൂർ ക്ഷേത്രവിഗ്രഹത്തിന്റെ സാറേ, എല്ലാവരും ഒരു സാധനം പൂജിക്കല്ലോ വിഗ്രഹം. പരൽമീനെ പിടിക്കുന്നത് പോലല്ല, ഈരഴ തോർത്ത് വെച്ച് ഇത് സ്രാവിനെ പിടിക്കാൻ ശ്രമിക്കണ്ട. ഇത് ആൾ വേറെയാണ്, കാർത്തികേയനാണ്. ഹലോ മിസ്റ്റർ. ഹലോ മിസ്റ്റർ. ലേശം കുഴപ്പമുണ്ടോ? സംശയമില്ലാതില്ല. എന്നാൽ അങ്ങോട്ട് വരിക, അങ്ങോട്ട് നടക്ക. യെസ് മിസ്റ്റർ. എന്തായിരുന്നു? തോളിൽ 3 നക്ഷത്രങ്ങളും IPS എന്നുള്ള ഒരു പദവി. പാടം വിറ്റോ നെല്ലളന്നോ, പാടം വിറ്റോ, തീരെഴുതിയോ മേടിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടാവുകയാണെങ്കിൽ SP ഇത് മനസ്സിലാവും. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. സോറി, അതിന് ഇച്ചിരി ഡെറിവേഷൻ ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനോട്, അല്ലെ കല്യാണം വീണ്ടും നീളും. 1 വർഷം ബലി സംതിങ്. ഓക്കെ, അതുകൊണ്ട് കല്യാണം വീണ്ടും നീളും. ശരി. മുണ്ടിൽ ചെളി പുരളരുത് പറഞ്ഞു. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. അങ്ങോട്ട് പോകും. മുണ്ടിൽ ചെളി പുരളരുത്. ഓക്കെ, നിർത്താൻ 3 വർഷം പറയണം. മുണ്ടിൽ ചെളി മുണ്ടിൽ ചെളി പൂരലരുത്. മുണ്ടിൽ ചെളി പൂരലരുത്. ഇറ്റ്സ് ഓക്കെ. കണ്ടവൻ അവിടെ നിൽക്കട്ടെ, കൊണ്ടവന്റെ അവസ്ഥ എന്തായിരിക്കും? എന്താ പേര്? നിഖിൽ. നിഖിൽ. എവിടെ വീട്? എവിടെയാണ്? അമ്മയുടെ വീട് ഇവിടെ കായംകുളം, അച്ഛൻ പാലക്കാട്. നീ? ഞാൻ രണ്ടും. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു, അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? നിഖില് ഇവിടെ ഏത് സിനിമയാണ്? ഞാൻ സെക്കൻഡ് സെം. നല്ല മനോഹരമായിട്ട് നിഖില് പാടുമെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ. അടടാ മഴടാ അടമഴടാ, അഴകാ സിരിച്ച പുയൽ മഴടാ. അടടാ മഴടാ അടമഴടാ, അഴകാ സിരിച്ച പുയൽ മഴടാ. അടിപൊളി ഗായകനായിരുന്നല്ലേ? നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. തുടങ്ങാം നമുക്ക് ആക്ടിങ്. കോടതിയിൽ കാർത്തികൻ പോയില്ല, കോടതി ഞാൻ ഉണ്ടാക്കും.
എന്നിട്ട് ശിക്ഷയെ ഞാൻ വിധിക്കും. അനുഭവിക്കേണ്ടി വരും അനന്തരനും അമ്മാവനും എല്ലാരും. അനന്തരനും അമ്മാവനും. മോനെ സവാരി ഗിരിഗിരി തോർത്തുമുണ്ട് എടുത്ത് കുട്ടികളെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞയക്കൂ. ഇല്ല മദർ, ഞാൻ മുഴുവൻ പറഞ്ഞു തന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കുട്ടികളെ അയക്കും മെറ്റിൽഡ. തോർത്തുമുണ്ടെടുത്ത പാടത്തിൽ തോർത്തുമുണ്ടെടുത്ത് പാടത്തിൽ തോർത്തുമുണ്ടെടുത്ത് പാടത്തിൽ പരൽമീൻ പിടിക്കാൻ പോകും. ഇല്ല, തോർത്തുമുണ്ടെടുത്ത് പാടത്ത് പരൽമീൻ പിടിക്കാൻ അമ്മാവനും പരൽമീൻ പിടിക്കാൻ കളിക്കാൻ പോവായിരിക്കും. ഇന്നു മുതൽ ഞാൻ നിന്റേത് മാത്രമായിരിക്കും മേഴ്സി. മേഴ്സിയോ? അതാരാ? ഞാൻ മാക്സിയാ. സോറി, ഞാൻ മാക്സി എന്ന് തന്നെ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. പരൽമീൻ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈരിഴ തോർത്തും സ്രാവും പിന്നെ പരൽമീനും ഈരിഴ തോർത്തും ഇനി അത് ഞാൻ തന്നെ എടുക്കണോ? പിന്നെ ഞാൻ എടുക്കണോ? ഇല്ല, ഞാൻ എടുക്കാം. എന്നാ പിന്നെ ഞാൻ എടുത്താലോ? എന്തൊരു ശല്യാണ് ഈ ശബ്ദത്തിനെ കൊണ്ട്. ഈരിഴ തോർത്തും സ്രാവും കളിക്കുന്ന കഴിയുടെ ചിന്ത മാത്രമാണ് കഴിക്കുന്നുണ്ട്. മറ്റേ എക്സ്പീഡിൽ വരുന്ന ഡയലോഗ്. എക്സ്ക്യൂസ് മീ പറയാം. അവിടെ എത്തിയില്ല, കഥയിൽ ബാക്കിയുണ്ട്. ഇത് കാർത്തികേയന. എക്സ്ക്യൂസ് മീ. യെസ് മിസ്റ്റർ SP. തോളത്ത് 3 നക്ഷത്രങ്ങളും വെച്ച് ഐപസ് എന്ന 3 അക്ഷരം വെച്ച് തല എഴുത്താൻ നെല്ലളന്ന പാടത്തിൽ നെല്ലളന്നും പാടം വിട്ടും പാടം വിട്ട് വിറ്റും. കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. പറ്റില്ല. എന്നിട്ട് തിരുത്തി എഴുതാൻ കൊച്ചിനെ ക്ലാസ്സിൽ കൊണ്ടുപോകും. ഇയാൾക്ക് കുറെ നേരമായില്ലോ കണക്കുണ വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? തീരെ എഴുതിയോ വാങ്ങിയാലും നിങ്ങക്ക് കോമൺ സെൻസ് ഇല്ലാന്നർത്ഥം. അമ്മാവനോട് പറ കല്യാണം വേഗം. ഹലോ, ഈ ഷാജിയാണോടാ? ഷാജി വെള്ളം കുടിച്ചോണ്ടിരിക്കുക. പിന്നെ വിളി. അപ്പൊ ആരാ? ഞാൻ ഷാജി. ഷാജി അമ്മാവനോട് പറ കല്യാണം മാറ്റി വെക്കേണ്ടി വരും. ഒരു വർഷം അങ്ങോട്ട്. എങ്ങോട്ട്? പിന്നിലോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അമ്മാവന്റെ ബലി അല്ല ബലിയ. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. നീ ഞങ്ങളെ ബലി കൊടുക്കാമെന്ന് നീക്കുവാണോ? അമ്മാവന്റെ ആണ്ടിലെ ബലി കഴിഞ്ഞ് മംഗള കർമ്മം നടത്താൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ട്. എവിടെ ഉണ്ട്? ഞാൻ കാർത്തികേയൻ. ഓർത്ത് നോക്കണം പേര്. ഞാനിവിടെ ജയിക്കാനോ വന്ന എന്നെ തോപ്പിക്കാൻ പറ്റില്ല. എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ പ്രശ്നം ജനുവനാണ്. എന്താണ് എന്റെ വീട്? ബാംഗ്ലൂരോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുക്രമ. എന്റെ തറവാട് ബാങ്കിൽ ജപ്തിയല്ല. എന്റെ തറവാട് ബാങ്കിൽ ലേലത്തിന് വിറ്റിരിക്കുകയാണ്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. എന്റെ തറവാട് ലേലത്തിൽ വിൽക്കാൻ വെക്കണം. എന്നിട്ട് കാശ് എനിക്ക് തരണം. ഇതൊക്കെ എന്റെ വെറും ആക്ടിങ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? സമ്മതിച്ചിരിക്കും. എന്തൊക്കെയാണ് വിശേഷം? പീസൊക്കെ കാണിച്ചായിരുന്നു. കൊള്ളാം. 2 മിനിറ്റ് ഞാൻ പീസ് ശരിയാവില്ലേ? എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയി പറയാം. വാ വാ.
ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. സുഖമാണ്, ഞാനൊന്നും ചോദിച്ചില്ല. എന്തുണ്ട് വിശേഷം ഒന്ന് ചോദിച്ചായിരുന്നല്ലോ. 3.5 മിനിറ്റ് മുമ്പ് ചോദിച്ച സാധനമാണ്. ഇങ്ങോട്ട് വാ. എവിടെ വീട്? മൈനാഗപ്പള്ളി. മൈനാഗപ്പള്ളി. പേരെന്തായിരുന്നു? വട്ടപ്പൂജിക്ക് പേരെന്താന്ന് చెప్పാ. പറയാം. അതാ പറ. നിരഞ്ജന. എന്ത്? നിരഞ്ജന. നിരഞ്ജന. പറ, ഒരു വെടിമറയിൽ വിളിച്ചൊന്ന് ചോദിക്കും ഈ ബിലാലാരാണെന്ന്. എടാ ഫൈസലെ, ഈ വെടിമറയിലുള്ള ബിലാലിനറിയോ? അറിയില്ലേ? അപ്പൊ ആക്ഷൻ. ആ, കോടതിയിൽ കാത്തിയാൻ പോവില്ല. കോടതിയിൽ കാത്തിയാൻ പോവില്ല. കോടതി ഞാൻ ഉണ്ടാക്കും, ശിക്ഷയും ഞാൻ വിധിക്കും. ശിക്ഷയും ചിരിക്കല്ലേ? അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അനുഭവിക്കേണ്ടി വരും അമ്മാവനും മോനും കൂടി. ഉറക്കെ പറ, അതല്ലേ അവിടെ കിട്ടത്തുള്ളൂ. അനുഭവിക്കേണ്ടി വരും അമ്മാവനും മോനും കൂടി. അനുഭവിക്കേണ്ടി വരും അമ്മാവനും മോനും കൂടി ഒരേ കയറി. മോനെ സവാരി ഗിരിഗിരി, തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടി പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരയുടെ തോർത്ത് വിരിച്ച് സ്രാവിനെ പിടിക്കാമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ട. ഇത് കാർത്തികേയന. I am not an Alabalad. I am Pavanai, a real professional killer. യെസ് മിസ്റ്റർ SP. തോടിലെ നക്ഷത്രങ്ങളും IPS എന്ന 3 അക്ഷരങ്ങളും വെള്ളിളന്ന പാഠം തീരെഴുതി വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്കുക അമ്മായപ്പനാകാൻ പോകുന്ന ആളോട്. അല്ലെങ്കിൽ നിർത്തിവെച്ച കല്യാണം ഇനിയും നീളും ഒരു കൊല്ലം കൂടി. മിസ്റ്റർ SP, എന്റെ പ്രശ്നം ജെനുവൻ ആണ്. ബാഗ് കേസുമൊക്കെ എന്റെ തറവാട് ലേലത്തിൽ വെക്കണം. അതെന്ത് ബലി കൊടുത്താൽ ഞാൻ തിരിച്ചു പിടിക്കും. അതേ ഞാൻ ചോദിക്കുന്നോള്. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് ഓർത്തിരുന്നാൽ മതി, കാർത്തികേയൻ. അതുണ്ടല്ലേ. നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. അല്ലാതെ മുണ്ടയ്ക്കൽ ശേഖരത്തിന്റെ പിന്നാമ്പുറത്തെ മുണ്ടയ്ക്കൽ ശേഖര തറവാടിന്റെ ശേഖരന്റെ തറവാട്ടിലെ പിന്നാമ്പുറത്തെ 5.5 സെന്റ് സ്ഥാനം വരുന്ന വാങ്ങാൻ വന്നതല്ല. ഇത് പറഞ്ഞിട്ട് പോകുന്ന ആളിന്റെ പേര് ഓർത്താ മതിയായി, കാർത്തികേയൻ. ശരി, കൊള്ളാം. വക്ക് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്. അപ്പൊ ശരി, നമ്മളൊരു നാട്ടുകാരാ, പള്ളിമുക്ക്. ഒരേ നാട്ടുകാരാണ്. പള്ളിമുക്ക്. പേരെന്താണ്? നീത. ഗീത. നീത. പള്ളിമുക്കിലാണ്. സെക്കൻഡ് സെം. ഓക്കെ, അപ്പൊ ആക്കിയിലേക്ക് പോകും. റെഡി? മൈക്ക് വേണം. മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ എങ്ങും അല്ലേ? ഞാൻ പിന്നെ എന്താ പറയുന്ന, ഞാൻ ആക്കണൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് തുടങ്ങാം. റെഡി, ആക്ഷൻ. കോടതിയിൽ കാർത്തിയം പോവാറില്ല. അറപ്പിക്കല്ലേ? ശരി, ഓക്കെ. കോടതിയിൽ കാർത്തിയം പോവാറില്ല. കോടതി ഞാൻ ഉണ്ടാക്കും, ശിക്ഷയും ഞാൻ വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും ഒരേ കയറിൽ. മോനെ സവാരി ഗിരിഗിരി, തോർത്തുമുണ്ട് വിരിച്ച് തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ സ്രാവിനെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇത് കാർത്തികേയൻ. സ്രാവിനെ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അടിച്ചു പെറുക്കി കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇത് കാർത്തികേയന. വിളിക്ക്. യെസ് മിസ്റ്റർ SP. പിന്നെ തോളിലെ നക്ഷത്രങ്ങളും 3 IPS എന്ന 3 അക്ഷരവും നെല്ലളന്ന് കൊടുത്തും പിന്നെ പാഠം തീരെഴുതി തീരെഴുതി വാങ്ങിച്ചതും അല്ലെങ്കിൽ കോമൺ സെൻസ് കാണും. ഞാൻ എന്ത് പാടോ ഈ പറയുന്നത്? തനിക്കൊരു ചുക്കും അറിയത്തില്ല. പറഞ്ഞു കൊടുക്കും ഭാവി അമ്മായിയപ്പനോട്. പിന്നെ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം അല്ലെങ്കിൽ പിന്നെയും നീളും ഒരു കൊല്ലം കൂടി. ആണ്ടുബലി കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞേ കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ. എന്റെ വീടും വസ്തു എല്ലാം കൂടെ ലേലത്തിന് വയ്ക്കണം. ഞാനത് ഞാൻ വില കൊടുത്ത് തിരിച്ചെടുത്തോളാം. പിന്നെ എന്റെ ആവശ്യം ജെനുവിനാണ് മിസ്റ്റർ SP. മുണ്ടയ്ക്കൽ ശേഖരന്റെ പിന്നാമ്പുറം കാണിച്ചതാ. വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. മുണ്ടയ്ക്കൽ ശേഖരന്റെ വസ്തുവിന്റെ പിന്നാമ്പുറത്തെ 5 സെന്റ് മേടിക്കാൻ വന്നതല്ല ഞാൻ. എനിക്ക് എന്റെ വസ്തു മതി. എനിക്ക് എന്റെ വസ്തു മതി. കഥയൊക്കെ മാറ്റി. അതാണ്
പേരൊന്നും വാങ്ങിക്കാൻ വന്നതല്ല ഞാൻ. ഇത് പറയുന്നത് ഞാനാ, കാർത്തികേയൻ. ഓർത്ത് വെക്കണം പേര്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്ത്, ചിലരൊക്കെ സ്ക്രിപ്റ്റ് പഠിക്കാനൊരു ഇച്ചിരി മടി കാണിച്ച്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഇവിടെ ചിരിപ്പിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തിനാണ് നമ്മൾ പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. മിസ്റ്റർ നിഖിൽ. നിഖിലിന് സ്വന്തം നാട്ടിൽ പോലും ആരും അടുപ്പിക്കുന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. കാരണം ചിരിക്കാൻ മാത്രമേ ആൾക്കാർക്ക് സമയം ഉണ്ടാവുള്ളൂ. നന്നായിരുന്നു നിഖിലെ. മായമില്ലാത്ത രുചിക്കൂട്ട് ഖദീജ ഫുഡ് പ്രൊഡക്റ്റ് നൽകുന്ന ഭയങ്കരമായ അടുത്ത വിളിക്കുന്നു ദീപ്തി. ദീപ്തി ഫുള്ളി എനർജറ്റിക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പിക്കിൾ, ഇറ്റ്സ് ഹോം പാക്ഡ് ഇൻ എ ജാർ. മുബീസ് കിച്ചൺ നൽകുന്ന മനോഹരമായ. ഇനി ഞാൻ വിളിക്കുന്നു ജീതൾ. വളരെ സ്മാർട്ടായിരുന്നു, നമ്മുടെ തുടക്കം വന്ന ആളും ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്നുള്ളൊരു പ്രൈസാണ്. അതായത് പ്രിസർവേറ്റീവോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാതെ ശുദ്ധമായ ശർക്കര പാനിയിൽ ഉണ്ടാക്കിയ ഒരു നല്ല ഫുഡ് പ്രോഡക്റ്റാണ്. ഫോർമ ഫുഡ്സ് നൽകുന്ന ഗിഫ്റ്റാണ്. ഇനി ഞാൻ വിളിക്കുന്നു നീത. ഇന്ത്യയിൽ തന്നെ റീജിയണലും ക്ലൈമറ്റ് സ്പെസിഫിക്കും ആയിട്ടുള്ള ഒരു പ്രൈസ് അങ്ങോട്ട് തരാൻ പോവുകയാണ്. EIQ കോസ്മെറ്റിക്സ് ആണ്. അങ്ങോട്ട് കൂടുതൽ സുന്ദരിയാവുക. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു നിരഞ്ജന. എവിടെ എന്തുണ്ട്, സുഖല്ലേ? അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ കിറ്റാണ് ഫ്രാഗ്രൻസിൻ്റെ തരാൻ പോകുന്നത്. പേഴ്സണൽ കിറ്റായിട്ട് ഉപയോഗിക്കാം. അത് തരുന്നതെന്ന് പറയുന്നത് റയാദം പെർഫ്യൂം കിറ്റ്. പൊളിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. യെസ്. അപ്പം ജി ക്ലാരിൽ നിന്ന് തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നില്ല, അടുത്ത ബാച്ച് റെഡിയായിരിക്കുകയാണ്. തൽക്കാലം ഗുഡ് ബൈ.